ദേഷ്യം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ദേഷ്യമെന്നത് തിരുനബി വല്ലാതെ ഭയപ്പെട്ട ഒരു മാനസിക രോഗമാണ്, മനസ്സിൻ്റെ രോഗമാണ്. ഈ വീഡിയോയിലൂടെ പ്രായോഗികമായ വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എന്താണ് ദേഷ്യം, അതെങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത്, വിശദമായി നമുക്ക് നോക്കാം. സ്വർഗ അവകാശികളെ പറ്റിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് വൽ ഖാളിമീനൽ ഗൈള, അവർ ദേഷ്യത്തെ വിഴുങ്ങിക്കളയുന്നവർ. സൂറത്ത് ആലി ഇമ്രാനിൽ 134 വചനത്തിൽ കാണാം. ഇവിടെ ശ്രദ്ധിക്കൂ, ദേഷ്യം വരാത്തവർ എന്നല്ല പറഞ്ഞത്, ദേഷ്യത്തെ വിഴുങ്ങിക്കളയുന്നവർ. ദേഷ്യം വരാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് അതിനെ തരണം ചെയ്യുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഒരിക്കൽ തിരുനബിയുടെ അടുത്ത് വന്ന് എനിക്കൊരു ഉപദേശം നൽകണം എന്ന് ഒരു സ്വഹാബി പറഞ്ഞപ്പോൾ തിരുനബി അവർക്ക് മറുപടി നൽകുന്നത് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. രണ്ടാമത്തെ പ്രാവശ്യവും ഉപദേശം ആരാഞ്ഞപ്പോൾ ലാ തഗ്ളബ് എന്ന് പറഞ്ഞു. വീണ്ടും ഉപദേശം ചോദിച്ചപ്പോൾ വീണ്ടും ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത് എന്ന് തന്നെയാണ് ആ വ്യക്തിയോട് തിരുനബി പറഞ്ഞത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദേഷ്യം എന്നത്, ദേഷ്യത്തെ കടിച്ചമർത്തുക എന്നത്. ജൂതൻ വന്നുകൊണ്ട് തിരുനബിയോട് പറഞ്ഞു സാമു അലൈക്കും, അസ്സാമു അലൈക്കും, അതിനർത്ഥം നിങ്ങൾക്ക് മരണമുണ്ടാവട്ടെ. സലാം പറയുന്നതിന് അത്തരമൊരു അഭിവാദനമാണ് ആ ജൂതൻ പറഞ്ഞത്. ഈ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞു നിങ്ങൾക്ക് മരണവും പരാജയവും ഉണ്ടാവട്ടെ എന്ന രീതിയിൽ ആയിഷ ബീവി ദേഷ്യപ്പെട്ടു പറഞ്ഞു. ആ സമയത്ത് തിരുനബി വളരെ സൗമ്യതയോടെ പറഞ്ഞു ആയിഷ മിണ്ടാതിരിക്കൂ, സൗമ്യമാവൂ. അതിനുശേഷം തിരുനബി വളരെ ശാന്തതയോടെ പറഞ്ഞു വഅലൈക്കും, നിങ്ങൾ എന്താണോ ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾക്കും അത് പ്രകാരം തന്നെ ഉണ്ടാവട്ടെ, അത്രമാത്രം പറഞ്ഞു. ഇവിടെ നോക്കൂ, തിരുനബിയുടെ ഉപദേശം, തിരുനബിയുടെ ആ ഒരു രീതി എത്രമാത്രം മനോഹരമാണ്. വലിയ കോലാഹലമില്ല, വലിയ പ്രശ്നങ്ങളില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എത്രമാത്രം വൈരാഗ്യ ബുദ്ധിയോടെയാണ് പലതിനും നമ്മൾ മറുപടി പറയുന്നത്. അത് പലപ്പോഴും അതിരുവിടുകയും അതിര് കവിയുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു ഹദീസ്, മല്ലയുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല ശക്തൻ. ആരാണ് യഥാർത്ഥ ശക്തൻ? തിരുനബിയുടെ ഉപദേശം, ദേഷ്യം വരുമ്പോൾ ശരീരത്തെ നിയന്ത്രിച്ച് നിൽക്കുന്നവനാണ് ശക്തൻ. ആ ഒരു ശക്തമായ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു ദേഷ്യം ഒഴിവാക്കാൻ ഉള്ള പ്രായോഗികമായ ഒരു 4 ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തത് അഊദു ബില്ലാ എന്ന് പറയുക. ദേഷ്യം ഷെയ്ത്താനിൽ നിന്നാണ്, ഷെയ്ത്താനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അഊദു ബില്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഷ്യത്തിന് ഒരു ശമനം ലഭിക്കുന്നു. ടെൻഷൻ മാറ്റുക. നിന്നുകൊണ്ടാണ് ദേഷ്യപ്പെട്ടെങ്കിൽ ഇരിക്കുക, ഇരുന്നു കൊണ്ടാണെങ്കിൽ കിടക്കുക. അപ്പോൾ നിന്നൊരുത്തൻ ഇരിക്കുമ്പോൾ അവന് എന്തെങ്കിലും ചെയ്യാനുള്ള പ്രവണത ഇല്ലാതാവുന്നു. അടിക്കാനോ കുത്താനോ സംസാരിക്കാനോ ഉള്ള ഒരു പ്രവണത ഇല്ലാതാകുന്നു. അതാണ് മോഡേൺ സൈക്കോളജിയും നമുക്ക് പറഞ്ഞു വെക്കുന്നത്. പോയിന്റ് എന്ന് പറയുന്നത് വുളു എടുക്കുക. ദേഷ്യത്തിന് ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ് വുളുവാണ്. ഈ ഒരു തീ, ആ കത്തിപ്പോകുന്ന ഒരു തീയനെ അണക്കാൻ നമുക്ക് വെള്ളമാണ് കവചമാകുന്നത്. അപ്പോൾ ഈ ഒരു ദേഷ്യമാകുന്ന കഠിനമത്തെ വുളു ചെയ്യുമ്പോൾ അത് റിലീഫായി പോകുന്നു. അത് വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് വുളു എന്നുള്ളത്. 4ാമത്തെ ടെക്നിക്ക് മിണ്ടാതിരിക്കുക, വായ പൂട്ടി വെക്കുക എന്നുള്ളതാണ്. മിണ്ടാതിരിക്കുമ്പോൾ വളരെ കൺട്രോൾഡാണ് ഞാൻ എന്നൊരു ബോധം മനസ്സിൽ വരികയും അത് നമുക്ക് വലിയൊരു കരുത്ത് നൽകുകയും ചെയ്യും. ഇനിയും ധാരാളം ടിപ്സുകളുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ദേഷ്യം വരുമ്പോൾ ഈ ട്രിക്കുകൾ പ്രയോഗിക്കുക. അള്ളാഹു നമ്മെ